Vacation starts. വെക്കേഷൻ സ്റ്റാർട്ടായി. ഡൽഹിക്ക് പോവാണ് മീവാനും ഞാനും ശ്രീയേട്ടനും കൂടി. അപ്പോൾ ഇനി ഡൽഹി കാഴ്ചകൾ കാണാം കേട്ടോ എല്ലാവർക്കും. വെയിറ്റിംഗ് ആണ് മക്കളെ, വെയിറ്റിംഗ് ആണ്. പ്ലെയിൻ വന്നിട്ടില്ല. ഒരു ലോഞ്ചിൽ നിന്ന് വേറൊരു ലോഞ്ചിൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ ആദ്യം 14-ലായിരുന്നു, ഇപ്പോൾ 3-ലായി. ചെന്നൈ എയർപോർട്ട് കാണാൻ ഇപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. റിനോവേറ്റൊക്കെ ചെയ്ത് നല്ല ബ്രൈറ്റായിട്ട് നല്ല രസമുണ്ട് ഇപ്പോൾ കാണാനായിട്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ ചെക്കിംഗ് ഒക്കെ ചെയ്തു ഇരിക്കുകയാണ്. മീവാന് വിശക്കണു. ആസ് യൂഷ്വൽ ഞങ്ങളുടെ പൊടി ഇഡ്ഡലി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതാ മീവാന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു, ഞങ്ങളും കഴിച്ചു. ഇത് ഞങ്ങളുടെ മാൻഡേറ്ററി സെൽഫിയാണ്. എന്താ ഇത് നോക്കൂ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. Ladies and gentlemen, we request you to keep big bags in the overhead bins above your allocated seats and small bags under the seat in front of you, excluding row 1 and the emergency exit rows. Our menu for food purchase on board is available in the Hello 6. മീവാന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഡ്രോയിങ്. അപ്പോൾ എവിടെ പോയാലും ഒരു സ്കെച്ച് ബുക്കും പെൻസിലും കളർ പെൻസിലും കയ്യിലുണ്ടാവും. അപ്പോൾ കുട്ടികളും കൊണ്ട് നിങ്ങൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ, ലോങ് ഡിസ്റ്റൻസ് ട്രാവലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതുപോലൊരു സ്കെച്ച് ബുക്കും ഇഷ്ടമുള്ള അവരുടെ എന്ത് ഹോബിയാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അത് അനുസരിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറച്ച് നേരമൊക്കെ പിള്ളേർ അടങ്ങി ഒതുങ്ങി പിടിച്ചിരുത്താൻ പറ്റും. ഇതാക്കി ഇപ്പോൾ ഇത് ഡ്രോയിങ് ചെയ്ത് എന്താ വരയ്ക്കണമെന്ന് ഞങ്ങൾ ഇൻഡിഗോയിലാണ് പോണത്. ഇൻഡിഗോ പ്ലെയിനും എയർപോർട്ടിലെ കാഴ്ചകളൊക്കെയാണ് ഇവാൻ വരയ്ക്കണത്. കുറേ നേരം ആ സ്കെച്ച് ബുക്കും കൊണ്ട് അവനങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പിള്ളേർ വഴക്കും ബഹളമൊന്നും ഉണ്ടാക്കാതെ ഇരിക്കാനായിട്ട് ഇങ്ങനെ എന്തെങ്കിലും അവരുടെ ഹോബീസ് അനുസരിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ സന്തോഷമായിട്ടിരുന്ന് എൻജോയ് ചെയ്തോളും ട്രിപ്പ്. This is for your and your fellow passengers' safety. Thank you.
ഇതൊക്കെ കുറച്ചുകൂടി ടോയ്സ് എടുക്കാൻ പറഞ്ഞത് ഈ ബാഗ് ഇത്ര വേക്കൻസി ഉണ്ടായിരുന്നു സെറ്റ് എടുക്കാൻ കാണിച്ചു. അങ്ങനെ വീട്ടിലെത്തി. ഒരു വർഷത്തിന് ശേഷം വീട്ടിലെത്തുമ്പോഴുള്ളൊരു സന്തോഷം നമുക്കെല്ലാം പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അത് അത്രയും ഹാപ്പിയാണ്. ഓക്കെ, ഇനി കുറച്ച് വീട്ടിലെ കാഴ്ചകൾ കാണാം. ഇനി എന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കണം, കഴിക്കണം. സോ മെനി തിങ്സ് ടു ഡു. അങ്ങനെ വീട്ടിലെത്തിയത് കിച്ചണിൽ കയറി എന്തെങ്കിലും ഉണ്ടാക്കണം. വിശക്കുന്നുണ്ട് നല്ലോണം എല്ലാവർക്കും. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ് ദാൽ തടുക്കയും ആലു ഗോബി. അപ്പോൾ സീതം പോയിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വന്ന് ഞാൻ ദാൽ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. ഒരു സ്ഥലത്ത് ദാൽ വേവിക്കാൻ പറ്റും. നമ്മുടെ ചെറുപയർ പരിപ്പാണ്, അത് വേവിക്കാൻ വെച്ചു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം സോട്ട് ചെയ്തു. ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഒരേ ഗ്രേവി കൊണ്ട് 2 ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ടൊമാറ്റോ ഒക്കെ ഇട്ട് വഴറ്റി അതിനുശേഷം അത് വെന്ത പരിപ്പിലേക്ക് കുറച്ചിട്ടു. ബാക്കിയിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആലു ഗോബി, കോളിഫ്ലവറും പൊട്ടറ്റോയും കൂടി ഇട്ടു ഇളക്കി നന്നിട്ട് അതൊന്ന് വാടി വരുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് നെകക്കെ പാലൊഴിക്കുക. കോളിഫ്ലവറിൽ കേട്ടോ. ദാൽ നമ്മുടെ ഓൾറെഡി ആയി കഴിഞ്ഞു. പാലൊഴിക്കുക. പാലൊഴിച്ച് കഴിയുമ്പോൾ നമുക്കത് അടച്ച് വെച്ച് പാകത്തിന് ഉപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വേവിക്കാം. റെഡിയാവും കേട്ടോ. ഒരു 5-10 മിനിറ്റിൽ ദാലും റെഡിയാവും, തഡ്ക ദാലും റെഡിയാവും, മലായി കോളിഫ്ലവറും റെഡിയാവും. അപ്പോഴേക്ക് ആട്ട കുഴച്ചു, ചപ്പാത്തിക്ക് മാവ് കുഴച്ചു, വേഗം തന്നെ ചപ്പാത്തി ഉണ്ടാക്കി. നല്ല അതാ കണ്ട പാലൊഴിക്കണം. ഞാൻ പാലൊഴിച്ചിട്ട് അതിങ്ങനെ ഇളക്കിയിട്ട് അടച്ചു വയ്ക്കാം. ഒരു വശത്ത് ചപ്പാത്തി ഉണ്ടാക്കി പടപടപടാന്ന് വേഗം പണികളൊക്കെ തീർത്തു. ഞങ്ങളുടെ ഭക്ഷണം റെഡിയായി. നോക്കും, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ ഞാൻ ഷോർട്ട് വീഡിയോയും ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ പോയിട്ട് കണ്ടോളൂ. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ഓക്കെ, വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. സ്റ്റേ കണക്റ്റഡ് വിത്ത് ഗ്രാൻഡ്മാസ് ഓൾവേസ്. സ്പ്രെഡ് ലൈറ്റ് ആൻഡ് ഷൈൻ വേർ യു ഗോ. ടാറ്റ ബൈ ബൈ ടിൽ വി മീറ്റ് അഗൈൻ. അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ. നിങ്ങളും പോയി ഭക്ഷണമൊക്കെ കഴിക്കൂ. ഇനി കൂടുതൽ ഡൽഹി കാഴ്ചകളുമായിട്ട് നമ്മൾ കാണുന്നത് വരെ സ്റ്റേ കണക്റ്റഡ് ആൻഡ് ലോട്ട്സ് ഓഫ് ലവ് ഫ്രം ഗ്രാൻഡ്മ. എനിക്ക് ഇത് ഇഷ്ടം.